എല്ലാ പത്രപ്രവർത്തക സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിക്കാനുണ്ടായ സാഹചര്യം തിരുനാവായ തവനൂർ ഗ്രാമങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു പാലം നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞതായിട്ട് അറിയാൻ സാധിക്കും. ഓൺലൈനിലാണ് ഉദ്ഘാടനം കഴിഞ്ഞതായിട്ട് അറിയാൻ സാധിച്ചത്. ആ പാലം ഭാരതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥ സ്ഥാനങ്ങളിൽ ഒന്നായിട്ടുള്ള ത്രിമൂർത്തി സ്നാനഘട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന തിരുനാവായ നവാമുകുന്ദ സ്വാമി ക്ഷേത്രവും തവനൂരിലുള്ള ശിവക്ഷേത്രം, ബ്രഹ്മക്ഷേത്രം ഇവ മൂന്നും ചേർന്നിട്ടുള്ള ക്ഷേത്രത്തിന്റെ ഒരു ത്രികോണാകൃതിയിലുള്ള പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ട ഒരു ശ്രീചക്ര മാതൃകയാണ് അവിടെ നിലവിലുള്ളത്. അതിനെ ഭേദിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പാലം അവിടെ നിർമ്മാണം ആരംഭിച്ചു എന്നറിയാൻ സാധിക്കുന്നത്. ഈ പാലം ഈ ശ്രീചക്രത്തിന്റെ പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ട ഈ ശ്രീചക്രത്തിനെ ഭേദിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഹൈന്ദവ വിശ്വാസപ്രകാരം അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് നമുക്ക് സാധ്യമല്ല, അംഗീകരിക്കാൻ സാധ്യമല്ല. ഈ പാലത്തിന് വേറെ അലൈൻമെന്റ് മാറ്റിയിട്ട് വേറൊരു ഭാഗത്തേക്ക്, ഇപ്പൊ നമ്മുടെ ശിവക്ഷേത്രത്തിന്റെ പിന്നിലേക്ക് ഇതിന്റെ ഭാഗം വന്ന് ചേർന്ന് കഴിഞ്ഞാൽ വളരെ ലാഭകരമായും സാമ്പത്തിക നഷ്ടം കുറഞ്ഞും അതുപോലെ തന്നെ സ്ഥലം ഏറ്റെടുക്കേണ്ട സാധ്യതകളൊന്നും തന്നെ വരുന്നില്ല. അങ്ങനെ ഒരു വഴി അപ്പുറത്ത് ഉള്ളപ്പോൾ ഈ ഒരു പാലം ഈ ശിവക്ഷേത്രത്തിന് മുന്നിലായി തന്നെ വന്ന് അവസാനിക്കുന്നത് അതിലെന്തോ ഒരു നിഗൂഢ ലക്ഷ്യം ഉണ്ട് എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. കാരണം ഇതൊരു പൈതൃക സ്വത്താണ്. ഇത് ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൈതൃക സ്വത്താണ്. കാരണം ബ്രഹ്മക്ഷേത്രം നമ്മളുടെ അറിവിൽ വേറെ എവിടെ നമ്മൾ കേട്ടതായിട്ടില്ല. ഭാരതത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഭാരതപ്പുഴ, ഭാരതത്തിന്റെ പേരിൽ വേറെ ഒരു നദി അറിയപ്പെടുന്നില്ല നമ്മുടെ രാജ്യത്തിന്റെ പേരിൽ. അപ്പൊ ഈ ഭാരതപ്പുഴയുടെ ഇരു കരകളിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ആധ്യാത്മിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ ത്രിമൂർത്തി സ്നാനഘട്ട് എന്നുള്ള ഈ ത്രികോണത്തിലുള്ള ശ്രീചക്രാങ്കിതമായിട്ടുള്ള ഈ ഒരു പ്രത്യേകതയെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്നുള്ള ഏതോ ഒരു മസ്തിഷ്കത്തിന്റെ ചിന്തയിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഒരു പ്രപ്പോസൽ, അത് ഇന്നത്തെ ഇവിടുത്തെ പൈതൃക സംരക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ ഒരു ശ്രമവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. കാരണം പാലം വരണം, വികസനം വരണം, പാലം നമുക്ക് അനിവാര്യമാണ്. വളരെ കാലത്തെ തവനൂർ തിരുനാവായ നിവാസികളുടെ ആവശ്യമാണ്. പാലം ഒരു 300 മീറ്റർ, 250-300 മീറ്റർ വ്യത്യാസപ്പെട്ട് വേറൊരു ദിശയിൽ വന്ന് അവസാനിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ അത് ഇരു കരകളിലുമുള്ള വ്യക്തികൾക്കും അതുപോലെ വികസന സാധ്യതകൾക്കും എല്ലാം ആക്കം കൂട്ടുന്നതാണ്. അതിനെയാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ള ഈ പാലം ഒരിക്കലും അവിടെ അനുവദനീയമല്ല. അത് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്, വിശ്വാസ സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്, നിങ്ങളെല്ലാവരും നേരിൽ കണ്ട് ബോധ്യപ്പെടേണ്ടതാണ്. അത് ഒരു ഭാഗം. രണ്ടാമത്തത്, കേരളത്തിന്റെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ വിസ്മരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് കേരള ഗാന്ധി കെ കേളപ്പൻ. അദ്ദേഹത്തിന്റെ സ്മരണകൾ ഉറങ്ങുന്ന തവനൂർ, അദ്ദേഹത്തിന്റെ കർമ്മക്ഷേത്രമായിട്ടുള്ള തവനൂരിൽ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്ന ശാന്തി കുടീരം എന്നുള്ള രീതിയിൽ ഇതുവരെ സംരക്ഷിച്ചു പോന്നിട്ടുള്ള ഒരു കെട്ടിടമാണ് പകുതി പൊളിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പാലത്തിന്റെ അപ്രോച്ച് നിർമ്മിക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. അത് പൊളിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചർക്ക, നിൽക്കുന്ന ചർക്ക, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഓഫീസ് കെട്ടിടം, അദ്ദേഹത്തിന് നേതൃത്വം കൊടുത്ത് കോഴിക്കോട് സർവോദയ സംഘത്തിന്റെ കൈ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് AD 1766 നിലച്ചു പോവുകയും നിരവധി നൂറ്റാണ്ടുകളായി മുടങ്ങിക്കിടക്കുകയും ചെയ്തിരുന്ന ത്രിമൂർത്തി സ്നാനഘട്ടിന്റെ പൈതൃകോത്സവം, മാഘമക മഹോത്സവം, മാമാങ്കം, യഥാർത്ഥ മാമാങ്കം 2016 മുതൽ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അത് ഈ വർഷവും 2 കരവിലും വലിയ പരിപാടികളോടെ നടക്കുകയാണ്. അപ്പൊ
രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന തീർത്ഥാടകർ ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ ഉത്സവമാണ്. അതിൽ ജാതി മത രാഷ്ട്രീയം ഒന്നുമില്ല. നമ്മളുടെ പൈതൃകോത്സവം, ആ പൈതൃകോത്സവത്തിനെ തടസ്സപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. മാത്രല്ല ഇവിടെ തിരുനാവായ മാതിരി തന്നെ ഇവിടെ തവനൂരും ആ ഭാഗത്ത് ബലിതർപ്പണ കടവുകളും കാര്യങ്ങളും എല്ലാം വരേണ്ടതുണ്ട്. അപ്പൊ അവിടെ ബലിതർപ്പണം നടത്തുന്ന സമയത്ത് ഇതിന്റെ മേലെ കൂടെ പാലം വന്ന് പാലത്തിലൂടെ വാഹനങ്ങൾ ചേരിപ്പാഞ്ഞു പോകുന്നു. ഈ സമയത്ത് അതിന്റെ ഒരു സുരക്ഷിതത്വവും അതിന്റെ ഒരു സ്വകാര്യതയും നഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു കാര്യം മാത്രമല്ല, 2 ക്ഷേത്രങ്ങളുടെ സുരക്ഷിതത്വം നഷ്ടപ്പെടുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒരിക്കലും പാലത്തിന് നമ്മൾ എതിരല്ല, ഞങ്ങളെല്ലാം നാട്ടുകാർ. ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി ഇതൊരു തെറ്റായ നടപടിയാണെന്ന് മനസ്സിലായി. അപ്പോ പാലം വേണം. ഇപ്പൊ ശ്രീധരൻ സാർ നിർദ്ദേശിച്ച പോലെ തന്നെ തവനൂർ കടവിൽ നിന്നും തിരുനായ കടവിലേക്ക് ഈ പാലം, കാരണം പാലത്തിന്റെ അപ്രോച്ച് റോഡ് എത്രയോ കാലമായിട്ടുണ്ട്, പുരാതന റോഡുണ്ട്. ഒരു തുണ്ട് ഭൂമി അക്വയർ ചെയ്യണ്ട. കേളപ്പജിയുടെ സ്മാരകം ഇടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര സേനാനികളെയും സ്വാതന്ത്ര്യ സമരത്തെയും ദേശീയ പ്രസ്ഥാനത്തെയും അപമാനിക്കുന്നതിന് തുല്യമല്ല, അപമാനിക്കലാണ്. നിങ്ങൾ അവിടെ വന്ന് പരിശോധിച്ച് നോക്കൂ. മഴയും വെയിലും ഏറ്റി കിടക്കുന്ന തരത്തില് അവിടെ ഒരു പുരാതനമായ ഒരു ചർക്ക കാണാം. കേളപ്പജിയുടെ വിരൽപ്പാടുകൾ പതിഞ്ഞ ചർക്കയാണത്. ദേശസ്നേഹമുള്ള, രാജ്യസ്നേഹമുള്ള, ഈ പൈതൃക സ്നേഹമുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയില്ല. നിങ്ങൾ എല്ലാവരും കൂടെ പത്രക്കാർ ഒരു ദിവസം അവിടെ മൊത്തം പോയിട്ട് ഞങ്ങൾ പറഞ്ഞതാണോ ശരി, ഇപ്പോഴത്തെ അതാണോ ശരി, നിങ്ങൾ ഇപ്പൊ പ്രദീപ്ജി പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അവിടെ വന്നിട്ട് നിഷ്പക്ഷമായ രീതിയിൽ മനസ്സോടുകൂടി വരണം. വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തെറ്റ് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും.